വെൽക്കം ടു വിദ്യ കൊമേഴ്സ് അക്കാദമി. സാക്രിഫൈസിംഗ് റേഷ്യോയാണ്, അതും 2 അല്ലെങ്കിൽ 3 മാർക്ക് കിട്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു മെത്തേഡ് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. 5 മെത്തേഡ് ഉണ്ടെങ്കിൽ 5 മെത്തേഡും പഠിച്ചാലേ നമുക്ക് അതിൽ നിന്നുള്ള മാർക്ക് കിട്ടത്തുള്ളൂ. മെത്തേഡ് 1. Rohit and Mohit are partners in a firm, sharing profit in the ratio of 5:3. They admit Bijoy as a new partner for 1/7 share in the profit. The new profit sharing ratio will be 4:2:1. Calculate the sacrificing ratio of Rohit and Mohit. ഇവിടെ പറഞ്ഞിരിക്കുന്നത് രോഹിത് ആൻഡ് മോഹിത് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം. രോഹിതും മോഹിതും പാർട്ട്നേഴ്സ് ആണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 5:3 ആണ്. ബിജോയ് എന്ന പുതിയൊരു പാർട്ട്ണറെ ഫേമിലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു. 1/7 ഷെയർ കൊടുക്കാമെന്ന് പറഞ്ഞാണ് അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്. 4:2:1 ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. സാക്രിഫൈസിംഗ് റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 5:3, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട് 4:2:1. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. ഓൾഡ് റേഷ്യോ 5:3, ന്യൂ റേഷ്യോ 4:2:1. രോഹിത്തിന്റെ സാക്രിഫൈസ് കാണാൻ രോഹിത്തിന്റെ ഓൾഡ് ഷെയർ 5/8 ആണ്. അതിൽ നിന്ന് രോഹിത്തിന്റെ ന്യൂ ഷെയർ ആയിട്ടുള്ള 4/7 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 3/56. അതുപോലെ തന്നെ മോഹിത്തിന്റെ ഓൾഡ് ഷെയർ 3/8 ആണ്. അതിൽ നിന്ന് 2/7 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നത് 5/56 ആണ്. സാക്രിഫൈസിംഗ് റേഷ്യോ എമംഗ് രോഹിത് ആൻഡ് മോഹിത് വിൽ ബി 3:5. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ്. അമർ ആൻഡ് ബഷീർ ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ ratio of 3:2. They admitted Mary as a new partner for 1/4 share. The new profit sharing ratio between Amar and Bashir will be 2:1. Calculate their sacrificing ratio. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂ റേഷ്യോ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ പുതിയതായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന ആളുടെ റേഷ്യോ എന്ന് പറയുന്നത് 1/4 ആന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ബിറ്റ്വീൻ അമർ ആൻഡ് ബഷീർ വിൽ ബി, അമറിന്റെ ബഷീറിന്റെ 2:1 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 3 പേരുടെ നമുക്ക് കിട്ടിയില്ലേ? വരുന്നയാളുടെ 1, അമറിന്റെ ബഷീറിന്റെ 2:1, 2 + 1 + 1 4. അപ്പൊ നമ്മൾ ആ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയുടെ ഫസ്റ്റ് മെത്തേഡുമായിട്ട് സാമ്യമില്ല ഇത്. അപ്പൊ ഇവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 2:1:1 ആണ്. അമർ സാക്രിഫൈസ് ചെയ്യുന്നത് കാണാനായിട്ട് അമറിന്റെ ഓൾഡ് ഷെയർ 3/5 ആണ്. അതിൽ നിന്ന് അമറിന്റെ ന്യൂ ഷെയർ ആയിട്ടുള്ള 2/4 കുറയ്ക്കുക. 2/4. അപ്പൊ നമുക്ക് 2/20 കിട്ടും. ബഷീറിന്റെ സാക്രിഫൈസ് കാണാനായിട്ട് ബഷീറിന്റെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 2/5 നിന്ന് 1/4 കുറയ്ക്കുക. ന്യൂ ഷെയർ ആയിട്ടുള്ള 1/4 കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതാണ് 3/20. അപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ 2:1 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് മെത്തേഡിൽ ഓൾഡ് റേഷ്യോയും തന്നിരുന്നു, ന്യൂ റേഷ്യോയും തന്നിരുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ ന്യൂ റേഷ്യോ തന്നിരുന്നു, പക്ഷെ നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടി വന്നു. അവിടെ 1/4 ആണ് വരുന്നയാളുടേത്, 2:1 ആണ് ബാക്കിയുള്ളത്. അപ്പോൾ 2:1:1 അത്രയേ ഉള്ളൂ അതിനകത്ത്. നെക്സ്റ്റ് മെത്തേഡ്. Ramesh and Suresh are partners in a firm, sharing profit in the ratio of 4:3. They admitted Mohan as a new partner. The profit sharing ratio of Ramesh, Suresh and Mohan will be 2:3:1. Calculate the gaining or sacrifice of old partners. അപ്പൊ ഇവിടെ ചില ക്വസ്റ്റ്യനകത്ത് എല്ലാവർക്കും സാക്രിഫൈസിംഗ് റേഷ്യോ ആയിരിക്കില്ല വരുന്നത്, ചില ആൾക്കാർക്ക് ഗെയിൻ ആയിരിക്കും വരുന്നത്. ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത് സാക്രിഫൈസിംഗ് റേഷ്യോ കാണാനായിട്ട്. എന്നാൽ ഗെയിനിങ് റേഷ്യോ കാണാൻ എന്താ ചെയ്യേണ്ടത്? ന്യൂ റേഷ്യോയിൽ നിന്ന് ഓൾഡ് റേഷ്യോ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമുക്കറിയില്ല ഇത് സാക്രിഫൈസ് ആണോ ഗെയിൻ ആണോ എന്നറിയില്ല. അപ്പോൾ സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ ചെയ്യുമ്പോൾ മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ, സാക്രിഫൈസിംഗ് റേഷ്യോ ചെയ്യുമ്പോൾ നമുക്ക് മൈനസ് കിട്ടിക്കഴിഞ്ഞാൽ അത് ഗെയിൻ ആണെന്ന് ഓർക്കുക.
ഇപ്പൊ രമേശിന്റെ സാക്രിഫൈസ് കാണാൻ രമേശിന്റെ ഓൾഡ് ഷെയർ ആയിട്ടുള്ള 4/7. രമേശിന്റെ സാക്രിഫൈസ് കാണുക. രമേശിന്റെ ഓൾഡ് ഷെയർ 4/7 മൈനസ് ന്യൂ ഷെയർ 2/6. അത് ചെയ്യുമ്പോൾ 10/42 എന്ന് കിട്ടും. അടുത്തത് സുരേഷിന്റെ സാക്രിഫൈസ് കാണാൻ 3/7 മൈനസ് 3/6 ചെയ്യുക. അപ്പോൾ നമുക്ക് -3/42 എന്നാണ് കിട്ടുന്നത്. അപ്പൊ മൈനസ് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി സുരേഷിന് സാക്രിഫൈസ് അല്ലായിരുന്നു വന്നത്, ഗെയിൻ ആണ്. അപ്പൊ സുരേഷിന്റെ ഗെയിൻ എത്രയാണ്? 3/42 ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇവിടെ ഇൻ ദിസ് കേസ് ഹോൾ സാക്രിഫൈസ്ഡ് ബൈ രമേശ്. ഈ കേസിൽ ആരാണ് സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്? രമേശ് ആണ് ഫുൾ എമൗണ്ടും സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് മെത്തേഡാണ് സാക്രിഫൈസിംഗ് റേഷ്യോയുടെ. പ്രിൻസ് ആൻഡ് ബിനു ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. ദേ അഡ്മിറ്റ് Surya as a new partner for 1/4 share in the profit. The new profit sharing ratio will be 2:1:1. Calculate the sacrificing ratio of Prince and Binu. ഇവിടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്, പ്രിൻസിന്റെയും ബിനുവിന്റേതും 3:2 ആണ്. ന്യൂ പാർട്ട്ണർക്ക് കൊടുക്കുന്ന ഷെയർ 1/4 ആണ്. ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1:1 ആണ്. കാൽക്കുലേറ്റ് ദ സാക്രിഫൈസിംഗ് റേഷ്യോ. ഇവിടെ ഓൾഡ് റേഷ്യോ ആയിട്ടുള്ള 3/5 നിന്ന് 2/4 കുറച്ചാൽ മതി. അതുപോലെ 2/5 നിന്ന് 1/4 കുറച്ചാൽ മതി. അപ്പൊ ഇവിടെ കിട്ടുന്നത് എത്രയാണ്? 2:3 എന്ന് പറയുന്നതാണ്. നെക്സ്റ്റ് മെത്തേഡ്, Raju and Ramu are partners sharing profit in the ratio of 5:3. They admit Rani for 1/7th share in the future profit. Calculate sacrificing ratio. ഇപ്പൊ ടോട്ടൽ ഷെയറിനെ ഇവിടെ 1 ആയിട്ട് എടുക്കുക. കാരണം ഇവിടെ ഓൾഡ് ഷെയർ നമുക്ക് തന്നിട്ടുണ്ട്, ന്യൂ ഷെയർ ഒരാളുടെ അറിയത്തുള്ളൂ. വരുന്ന ആളുടെ ഷെയർ 1/7 ആണെന്നറിയാം, ബാക്കിയുള്ളവരുടെ ഷെയർ എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ നമ്മൾ ന്യൂ ഷെയർ കണ്ടുപിടിക്കണം. ന്യൂ ഷെയർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ഷെയറിനെ 1 ആയിട്ട് എടുക്കുക. ആ 1ൽ നിന്ന് 1/7 കുറയ്ക്കുക, വരുന്ന ആളുടെ ഷെയർ അങ്ങ് കുറയ്ക്കുക. അപ്പോൾ കിട്ടുന്നതായിരിക്കും റിമൈനിങ് ഷെയർ. ഇപ്പൊ 6/7 ആണ് റിമൈനിങ് ഷെയർ വരുന്നത്. അതിൽ രാജുവിന്റെ ന്യൂ ഷെയർ കണ്ടുപിടിക്കാനായിട്ട് 5/8 ഓഫ് 6/7 കാണുക. അതായത് 6/7ന്റെ 5/8 ആണ് രാജുവിന് വരുന്നത്. അതുപോലെ 6/7 ഇൻറ്റു 3/8 ആണ് രാമുവിന് വരുന്നത്. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന ന്യൂ ഷെയർ രാജുവിന്റെ 30/56ഉം രാമുവിന്റെ 18/56ഉം ആണ്. ടീയുടെ ഷെയർ കാണാനായിട്ട് റാണിയുടെ ഷെയർ ഇവിടെ 1/7 ആയിരുന്നു. ഈ 1/7 56ലേക്ക് ആക്കാനായിട്ട്, അതായത് 7 എന്നുള്ളത് 56 ആക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 8/8 വെച്ച് ഇൻഡു ചെയ്യുന്നു. അപ്പൊ നമുക്ക് റാണിയുടെ ഷെയർ ഇപ്പോൾ 8/56 ആയി. ഇപ്പൊ എല്ലാവരുടെയും 56ലേക്ക് ആയിട്ടുണ്ട്. ന്യൂ റേഷ്യോ 30:18:8. അപ്പൊ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 15:9:4 എന്ന് കിട്ടും. ഇപ്പോൾ ഓൾഡ് റേഷ്യോയും കിട്ടിയിട്ടുണ്ട്, ന്യൂ റേഷ്യോയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ രാജുവിന്റെ സാക്രിഫൈസും രാമുവിന്റെ സാക്രിഫൈസും കിട്ടും. അപ്പോൾ സാക്രിഫൈസിങ് റേഷ്യോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 5:3 എന്നുള്ളതാണ്. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. രാധന് 2 പാർട്ട്നേഴ്സ് ആണ്. ഓൾഡ് റേഷ്യോ 3/5 ആണ്. ന്യൂ റേഷ്യോ
12/25 ആണ്. അപ്പൊ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഓൾഡ് റേഷ്യോയിൽ നിന്ന് ന്യൂ റേഷ്യോ കുറച്ചാൽ മതി. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ 3/25 എന്ന് കിട്ടും. അതാണ് സാക്രിഫൈസിങ് റേഷ്യോ ഓഫ് രാജൻ. ഇനി അടുത്തത് 2/5 ആണ് ഓൾഡ് റേഷ്യോ. രാധന്റെ സാക്രിഫൈസിങ് റേഷ്യോയും തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾഡ് റേഷ്യോയിൽ നിന്ന് സാക്രിഫൈസിങ് റേഷ്യോ കുറച്ച് കഴിഞ്ഞാൽ ന്യൂ റേഷ്യോ കിട്ടും. ഓക്കെ, ഇപ്പൊ മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളുക. എങ്കിലേ നിങ്ങൾക്ക് തുടർന്നും ഇടുന്ന വീഡിയോസ് ലഭ്യമാകത്തുള്ളൂ. താങ്ക് യു.